Yes, good morning, dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കോൺകോഡ് ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇനി പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ അതിൻ്റെ ജനറൽ റൂൾസൊക്കെ ഓർമ്മയുണ്ടല്ലോ. യെസ്, ലിസൺ. യുവർ spectacles are on the table. My scissors were lost yesterday. ഫസ്റ്റ് സെൻസിലെ സബ്ജക്റ്റ് സ്പെക്ടാക്കിൾസ് ആണ്. സെക്കൻഡ് സെൻസിലെ സബ്ജക്റ്റ് സിസേഴ്സ് ആണ്. സ്പെക്ടാക്കിൾസ് കന്നഡ, സിസേഴ്സ് കത്തിരിക്കും. സ്പെക്ടാക്കിൾസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇത് ഒരു സ്പെക്ട്രാണ്, ഒരു കണ്ണിനെ മുകളിൽ വെക്കാം. ഇത് അല്ലേ, ഇത് സിംഗുലറാണ്. ഇത് മറ്റൊന്ന് അല്ലേ, രണ്ടെണ്ണമായി. എന്നാൽ ഇതിനെ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ ഡിവൈസ് ആണല്ലോ. അപ്പോൾ ഇത് സിംഗിൾ ആണോ പ്ലൂറലാണോ അതൊരു കൺഫ്യൂഷൻ. എന്നാൽ സ്പെക്ടാക്കിൾസ്, സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, പൈജാമാസ്, ഷൂസ്, ഇതിലേതെങ്കിലുമാണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും പ്ലൂറലാണ്. ഓക്കെ. ദ ഫർണിച്ചർ വാസ് ബ്രോട്ട് ഫ്രം ഇറ്റലി. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഫർണിച്ചറാണ്. സബ്ജക്റ്റ് നൗൺ, സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ, നാമപദം ഫർണിച്ചറാണ്. ഇപ്പൊ ഈ ഫർണിച്ചർ, മെഷീനറി, എക്യുപ്മെന്റ്, ലഗേജ്, ക്രോക്കറി, ക്ലോത്തിങ്, ഇങ്ങനെ കുറേ അധികം ഈ എന്താണ് സബ്ജക്റ്റായിട്ട് വരുന്ന നൗൺസ്. അതിനെ നമ്മൾ ക്ലാസ് കളക്റ്റീവ്സ് എന്ന് പറയും. എന്താണ് ക്ലാസ് കളക്റ്റീവ്സ്? ഇപ്പോൾ ഫർണിച്ചർ, മെഷീനറി, എക്യുപ്മെന്റ്, ലഗേജ്, ക്രോക്കറി, ക്ലോത്തിങ്, എക്സെട്ര. ഇതിലേതെങ്കിലും ഒരു ക്ലാസ് കളക്റ്റീവ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. ഓക്കെ. ഇവിടെ ഇതിനൊരു പ്ലൂറൽ സെൻസ് ആണ്. ഫർണിച്ചർ, മെഷീനറി, എക്യുപ്മെന്റ്, ലഗേജ്, ക്രോക്കറി, ക്ലോത്തിങ് എന്നൊക്കെ പറയുന്നത് ഒരു പ്ലൂറൽ സെൻസ് ആണ്. എന്നാൽ ദേ ആർ സിംഗുലർ ഇൻ ഫോം. അതിന്റെ ഫോം സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കളക്റ്റീവ്സിന് നമ്മൾ ഒരിക്കലും പ്ലൂറൽസ് ഉപയോഗിക്കാറില്ല. മനസ്സിലാണോ? ഐ സോൾഡ് ഓൾ മൈ ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല. ഐ സോൾഡ് ഓൾ മൈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ മതി. കാരണം അതിന് പ്ലൂറൽ സെൻസ് ആണ്, ഫോം സിംഗുലർ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ പ്ലൂറൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ ദ മെഷീനറി വാസ് ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി എന്ന് പറയുള്ളൂ. ദ മെഷീനറീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഫർണിച്ചർ, മെഷീനറി, എക്യുപ്മെന്റ്, ലഗേജ്, ക്രോക്കറി, ക്ലോത്തിങ്, ഇങ്ങനെയുള്ള ക്ലാസ് കളക്റ്റീവ്സിൽ ഏതെങ്കിലും ഒന്നാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് കളക്റ്റീവ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. ഓക്കെ. രാഹുൽ വിത്ത് ഓൾ ഹിസ് ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ വെർബ് എഴുതിയില്ല, 2 വെർബ് ഉണ്ട്. ഹാസ്, ഹാവ്. ഓക്കെ. ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറൽ. ഹാസും ഹാവും ഹാഡും പെർഫെക്റ്റ് ആണ്. ഹാസും ഹാവും പ്രസന്റ് പെർഫെക്റ്റ്, ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ്. ഹാസ് പ്രസന്റ് പെർഫെക്റ്റ് സിംഗുലർ, ഹാവ് പ്രസന്റ് പെർഫെക്റ്റ് പ്ലൂറൽ. ഇപ്പൊ ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറൽ. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. ഓക്കെ. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് രാഹുലാണോ സബ്ജക്റ്റ് അതോ ഹിസ് ഫ്രണ്ട്സ് ആണ്?
അതോ രാഹുലും ഹിസ് ഫ്രണ്ട്സും സബ്ജക്റ്റാണ്? രാഹുലും സബ്ജക്റ്റാണ്, ഹിസ് ഫ്രണ്ട്സും സബ്ജക്റ്റാണ്. ഇവിടെ രാഹുൽ എന്ന് പറയുന്ന സബ്ജക്റ്റിനെയും ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെയും വിത്ത് ഉപയോഗിച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെൻ ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ വിത്ത്, ഈ രണ്ട് സബ്ജക്റ്റുകളെ വിത്ത് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു ഈ സെനൻസ്. ഇനി മറ്റൊരു സെനൻസിൽ വിത്ത് ഉപയോഗിച്ചായിരിക്കില്ല രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്യുന്നത്, എലോങ് വിത്ത് ഉപയോഗിച്ചായിരിക്കും. ഓക്കെ, മറ്റൊരു സെനൻസിൽ ആസ് വെൽ ആസ് ഉപയോഗിച്ചായിരിക്കും. മറ്റൊരു സെനൻസിൽ ഇൻ അഡീഷൻ ടു ആയിരിക്കും. മറ്റൊരു സെനൻസിൽ അക്കംപനീഡ് ബൈ ഉപയോഗിച്ചായിരിക്കും. അപ്പൊ ഇതിനെ ഏതെങ്കിലും ഒരു വേർഡോ ഫ്രൈസോ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ ഫ്രൈസ് എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു വേർഡോ ഫ്രൈസോ ഉപയോഗിച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ഇപ്പൊ ബിസൈഡ്സ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാം. The verb agrees with the first subject. Verb agree ചെയ്യുന്നത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് രാഹുൽ ഇല്ലേ? അപ്പൊ ഈ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ അല്ലേ? അപ്പൊ വെർബ് സിംഗുലർ ആവണം. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറൽ. വെർബ് അഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ദ വെർബ് ഓൾസോ മസ്റ്റ് ബി സിംഗുലർ. ഓക്കെ, അപ്പൊ രാഹുൽ വിത്ത് ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാസ് അറൈവ്ഡ്. പിടികിട്ടിയല്ലോ? അപ്പോൾ when two subjects are joined by with, along with, as well as, in addition to, besides, etc., the verb agrees with the first subject. Verb agree ചെയ്യുന്നത് first subjectമായിട്ടാണ്. Got it? Next, every school and college has a playground. ഇപ്പോൾ എല്ലാ സ്കൂളിനും കോളേജിനും ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ എവരി യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളുമായിട്ടാണ്. എവരി യൂസ് ചെയ്തിരിക്കുന്നു രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾ ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ എവരി അല്ലെങ്കിൽ ഈച്ച് ആണ് ഉപയോഗിക്കുന്നത്. അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എന്താ പറയുന്നത്? when every or each is used with two singular subjects connected by and, we use a singular verb. എന്താ പറയുന്നത്? when every or each is used with two singular subjects. സ്കൂൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്, കോളേജ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. കണക്റ്റഡ് ബൈ ആൻഡ്. അങ്ങനെ വരുന്ന സെൻറ്റൻസുകളിൽ വി യൂസ് സിംഗുലർ വെർബ്. നമ്മളൊരു സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ when every or each is used with two singular subjects connected by and, the verb will be singular. പിടികിട്ടിയല്ലോ? അപ്പോൾ എവരിയോ ഈച്ചോ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യും. അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ. അപ്പോൾ when every or each is used with two singular subjects connected by and, we use a singular verb. നോക്കൂ. There is a boy at the gate. There are 4 girls on the stage. First sentence verb is, second sentence verb are. Is singular verb or plural verb? Okay. ഇനി ആ വെർബിന് മുന്നിൽ വരുന്നതാണല്ലോ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് നോക്കുക.
ഈ രണ്ട് സെന്റൻസിലെയും സബ്ജക്റ്റ് there ആണ്. ഓക്കെ, there ഒരു സബ്ജക്റ്റ് ആണോ? ആണോ? ഹി പോലെ, ഷീ പോലെ, ബാലു പോലെ, സുരേഷ് പോലെ, ലത പോലെ, ബോയ്സ് പോലെ, ഗേൾസ് പോലെ ഒരു സബ്ജക്റ്റ് ആണോ there? അവിടെ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ കർത്താവ് എന്ന് പറയുന്ന സാധനം, ഡൂവർ ഓഫ് ആക്ഷൻ ആണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നയാൾ ആണ് കർത്താവ് എന്ന് പറയുന്നത്, അല്ലേ? അത് പലപ്പോഴും ഒരു എല്ലായ്പ്പോഴും ഒരു നൗണായിരിക്കും സംഭവം, ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ there എന്ന് പറയുന്ന ഒരു നൗണാണോ, നാമപദമാണോ അവിടെ എന്ന് പറയുന്നത്? അല്ല. അപ്പൊ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് there എന്ന് പറയുന്നത്. അതുകൊണ്ട് thereനെ നമ്മൾ വിളിക്കുന്നത് ഡമ്മി സബ്ജക്റ്റ് എന്നാണ്. ഇതാണ് ഡമ്മി സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഇൻ സെന്റൻസസ് ബിഗിനിങ് വിത്ത് there, എ ഡമ്മി സബ്ജക്റ്റ്, ഡമ്മി സബ്ജക്റ്റ് ആയിട്ടുള്ള there ഉപയോഗിച്ച് ബിഗിൻ ചെയ്യുന്ന സെന്റൻസുകൾ. വെർബ് എഗ്രി ചെയ്യുന്നത്, വെർബ് എഗ്രി ചെയ്യുന്നത്, the noun which comes after the verb, വെർബിന് ശേഷം വരുന്ന noun. അത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഇവിടെ there ബിഗിൻ ചെയ്യുന്ന സെന്റൻസുകളിൽ വെർബിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, ആ നൗൺ പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അതുകൊണ്ടാണ് there is a boy at the gate. കാരണം ഇവിടെ വെർബിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആയി, എ ബോയ്, ഒരു ആൺകുട്ടി, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ വെർബ് സിംഗുലർ ആയത് അതുകൊണ്ടാണ്. ഇവിടെ വെർബിന് ശേഷം വരുന്ന നൗൺ ഫോർ ഗേൾസ്, പ്ലൂറലാണ്, അതുകൊണ്ട് വെർബ് പ്ലൂറലാണ്. ഇപ്പോൾ there ബിഗിൻ ചെയ്യുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അങ്ങനെയാണ്. അപ്പോൾ there ഒരു ആക്ച്വൽ അല്ലെങ്കിൽ ഒരു നോർമൽ സബ്ജക്റ്റ് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ thereനെ വിളിക്കുന്നത് ഡമ്മി സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഡമ്മി സബ്ജക്റ്റ് ആയിട്ടുള്ള there ബിഗിൻ ചെയ്യുന്ന സെന്റൻസുകളിൽ വെർബിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അപ്പോൾ ഇൻ സെന്റൻസസ് ബിഗിനിങ് വിത്ത് there, എ ഡമ്മി സബ്ജക്റ്റ്, the verb agrees with the noun which comes after the verb. വെർബ് എഗ്രി ചെയ്യുന്നത് വെർബിന് ശേഷം വരുന്ന നൗണുമായിട്ടാണ്. വെർബ് agrees with the noun which comes after the verb. വെർബിന് ശേഷം വരുന്ന നൗണുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. ആ വെർബിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ റൂൾസ് പറഞ്ഞൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. ഇത് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നു. ഇതിൻ്റെ റൂൾസ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും, എക്സർസൈസ്. ഇത് നിങ്ങൾക്ക് പിന്നെ എന്താണ് തീർത്തും യൂസ്ഫുൾ ആണ് ഫോർ അവർ PSC എക്സാംസിനും മറ്റുമൊക്കെ 20 മാർക്കിൻ്റെ ജനറൽ ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. മെയിൻലി സെന്റൻസ് കറക്ഷൻ, സെന്റൻസുകൾ തെറ്റിച്ച് വന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് കോൺകോഡ് ഓർ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഇതുവരെയുള്ള റൂൾസ് കംപ്ലീറ്റ് പഠിച്ചു വെച്ചോണം. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ വരെയുള്ള നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. ആ നോട്ട്സ് നിങ്ങൾ ബുക്കിൽ റൈറ്റ് ഡൗൺ ചെയ്യുക, എന്നിട്ട് അത് വായിച്ച് പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ലേറ്റർ. Okay then, it will be continued in the next class. See you later.